We are actually live on our Facebook page as well. So once again, welcoming Unni. Thanks, man. Thank you so much. Yeah. So after an action film, ഇപ്പോൾ മാർക്കോ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫാമിലിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈറ്റ് മൊമെന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമാണ് ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ അതിന് മുമ്പേ, അതായത് മാർക്കോയ്ക്ക് മുമ്പ് തന്നെ ചെയ്ത ഒരു ഫിലിമാണെന്നോട് പറയുന്നത്. സോ ടോക്ക് അബൌട്ട് ഗെറ്റ് സെറ്റ് ബേബി ആൻഡ് യുവർ ക്യാരക്ടർ ഇൻ ദ ഫിലിം. സോ ഹായ്, ഗെറ്റ് സെറ്റ് ബേബി ഇന്നിപ്പോൾ റിലീസാണ് കേരളത്തിൽ. ഐ തിങ്ക് ഇന്നും ഇവിടെ ഷോസ് ഉണ്ട്. സോ പ്ലീസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസുമായിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കൂ. ബിക്കോസ് പ്രൈമറിലി ഞാൻ മാർക്കോന് മുന്നേ ചെയ്ത സിനിമയാണ്. പക്ഷെ ഇതിൻ്റെ റിലീസ് ഞാനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു A സർട്ടിഫൈഡ് സിനിമ തിയേറ്ററിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഐ വാസ് കോംപ്രമൈസിങ് ഓൺ മൈ ഓൺ എൻ്റെ ബേസായ ഒരു ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ കാണാൻ പറ്റില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രൈമറിലി ബിക്കോസ് A സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഫീമെയിൽ അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ അവർക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടികളുണ്ടാവും. കുട്ടികൾ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഐ വെരി ക്ലിയർലി ന്യൂ ദാറ്റ് ആവേശത്തോടുകൂടി കണ്ട സ്ത്രീകളും ഉണ്ട് എന്നുള്ളതല്ലേ. പക്ഷേ ഒരു വലിയ ഓഡിയൻസ് നമുക്കൊക്കെ അറിയാം, നമ്മളിത് നമ്പേഴ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു വലിയ ഗ്യാപ്പ് ഇടാതെ ഒരു ഫാമിലി സിനിമ ഇറക്കണം എന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഈ സിനിമയുടെ റിലീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് മാർക്ക് ഇറക്കി ദെൻ ഫോളോയിങ് ഇറ്റ് അപ്പ്. ആസ് എൻ ആക്ടർ ഓൾസോ എനിക്കൊരു റീഫ്രഷിങ് ഫീലാണ് അല്ലെ, പെട്ടെന്ന് ഒരു ഡാർക്ക് ആക്ഷൻ പടം കഴിഞ്ഞിട്ട്. ഈ ഒരു സിനിമ ഇന്നത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണല്ലോ. കമ്മിങ് ടു ദാറ്റ്, ഞാൻ ഗെറ്റ് സെറ്റ് ബേബിയിൽ ഒരു മെയിൽ ഗൈനാക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വൈ എ മെയിൽ ഗൈനാക് എന്ന് പറയുമ്പോൾ ഉള്ളൊരു നല്ലൊരു ഭയങ്കര ടച്ചിങ് ആയ ഒരു റീസൺ ാണ് എനിക്ക് ഈ സിനിമയിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി വൈ ഒരു മെയിൽ ഗൈനാക് എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ ഇതിനെക്കുറിച്ച് ഒരു റിസർച്ചൊക്കെ നടത്തിയപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പം പ്രഗ്നൻസി ടെസ്റ്റ് സമയത്തൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ഒരു ഫീമെയിൽ ഒരു ഡോക്ടർ ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. ദോ ഐ ഹാവ് ഓൾവേസ് ഫെൽഡ് ദാറ്റ് ഇത്തരം എല്ലാ കാര്യങ്ങൾക്ക് ഒരു പീക്ക് എല്ലാ കാറ്റഗറിയിലും. ഇപ്പൊ ഷെഫാണെങ്കിലും സ്ത്രീകൾ നല്ല പാചകം ചെയ്യുവാണെങ്കിലും ഷെഫ് എപ്പോഴും പുരുഷന്മാരായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബട്ട് ഇൻ സിനിമ ഇത് ഒരു ജനറൽ ഒപ്പീനിയൻ ആയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു നല്ലൊരു റീസൺ ഈ ക്യാരക്ടറിന് ഉണ്ടായിരിക്കണം. ഓൾസോ ഐ വോണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇതിൽ ഒരു മെയിൽ ഗൈനാക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പെട്ടെന്നൊരു സട്ടിൽ ചിരിയിലൊക്കെ എല്ലാവരും ഈ ഒരു സെക്ഷുവൽ കോണ്ടന്റ് ഡ്രിവൻ തമാശകൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഡിപ്രൈവ് ചെയ്ത്, ദാറ്റ് ഇസ് അത്തരം തമാശകളൊന്നും ഇല്ലാതെ ഫാമിലീസിന് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതെ ഒരു സിനിമ അവർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. വൺ ഓഫ് ദ മെയിൻ റീസൺ വൈ ഞാൻ ഈ സിനിമ അറ്റംപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ പോസ്റ്റ് കോവിഡ് ഞാൻ ചെയ്ത എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ചെയ്ത സിനിമകളെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ മേപ്പടിയാൻ വെച്ച് തോന്നുവാണെങ്കിൽ അതിൽ ഒരു 25-28 ഏജ് ടച്ച് ചെയ്തൊരു ചെറുപ്പക്കാരൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു വീട് വെക്കുക, അല്ലെങ്കിൽ സ്ഥലം മേടിക്കുക, അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യാൻ, ദെൻ ഗെറ്റ് ഇൻ ടു ദി അതർ ഫേസ്. അങ്ങനെയല്ല, അതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 28 വയസ്സ് ഒക്കെ ആവുമ്പോഴേക്കും ഒരാൾക്ക് ഒരു വീട്, കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കും. അപ്പൊ അത്രയും ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ഞാൻ ആ സമയത്ത് ഐ വാസ് ലൈക്ക് ജസ്റ്റ് ഇൻ മൈ ഏർലി 30s. അപ്പോൾ ഐ തോട്ട് ഓൾ ദാറ്റ് ഐ ആം ക്യാരിങ്. അപ്പൊ എന്നെ പോലെ ഈ 30 വയസ്സിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. അതാണ് എൻ്റെ പ്രൈമറി ഓഡിയൻസ്. ആൻഡ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്ന ഇമോഷനെ ബാക്ക് ചെയ്തിട്ട് ഒരു സിനിമകൾ ചെയ്തു വന്നിട്ടേ ഉള്ളൂ. കണ്ടിന്യൂയിങ് വിത്ത് ഇപ്പൊ മാളികപ്പുറം ചെയ്തപ്പോൾ എൻ്റെ പ്രൈമറി ഫോക്കസ് വാസ് ഓക്കെ സ്പിരിച്വാലിറ്റി. ഒരു 45+50 ഒക്കെ നിയറിങ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഞാൻ അതും കൂടി ചിന്തിക്കാറുണ്ട്. സോ ലൈക്ക് പ്രൈമറി ഓഡിയൻസിന് ഒരു സിനിമയ്ക്ക് ഒരു കഥയ്ക്ക് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു കഥ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ലൈക്ക് ഒരു ഗ്രാവിറ്റി ഓഫ് നമ്പേഴ്സ് മാറും. അങ്ങനെ ചിന്തിച്ചതാണ് ഐ വാസ് at this age. എന്റെ ചുറ്റും എല്ലാവരും കല്യാണം കഴിക്കുന്നു, ഈ സ്റ്റോറിയിലേക്ക് വരാം നമുക്ക്. ആക്ച്വലി ഈ ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണെന്ന് ഈ സ്റ്റോറി കേട്ടപ്പോഴത്തേക്കും how was your reaction? Like what made you choose to do this character? No, I made them make this movie. Oh, okay. So I don't choose. ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കപ്പെട്ടതാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സിനിമകൾ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. That is what I was saying. ഞാൻ ഇപ്പോൾ സിനിമകൾ കേൾക്കുന്നത് ഒരുപാട് കഥകൾ കേൾക്കും. പക്ഷേ എൻ്റെ ഏജിൽ, എൻ്റെ ഈ സമയത്ത് എനിക്ക് കൂടുതൽ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യണത്.
സോ ഒരു ഫാമിലി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നൗ വാട്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓക്കെ, ഈ ഫാമിലി പ്ലാനിങ്, കുട്ടികൾ, വീട്ടുകാർ, ഇതൊരു ന്യൂക്ലിയർ സെറ്റപ്പിൽ നിൽക്കുന്ന ഫാമിലിയുടെ കഥയല്ല. ഇതിൽ കല്യാണം എന്ന് പറഞ്ഞാൽ 2 കുടുംബങ്ങൾ ഇൻവോൾവ് ആവുന്നു. ആൻഡ് ദെൻ ഒരു കപ്പിൾ, എസ്പെഷ്യലി കമ്മിങ് ടു ദ കഥ എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് ചോദ്യം എന്ന് വെച്ചാൽ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ്. വിശേഷം ആവുന്നില്ലേ? അതെ അതെ, വിശേഷം ആവുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ആ വിശേഷം ആവാതെ ഇരിക്കുമ്പോൾ അവസ്ഥയാണ് ഇതിൽ. സോ ദാറ്റ് ഈസ് എ മാസീവ് എന്താ പറയാ, പ്രഷറല്ല, പിന്നെ ഭയങ്കര പ്രശ്നം. അത് മാനസികമായിട്ട് ഒരു സ്ത്രീക്ക് എന്നിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ആൻഡ് ഓൾ സോർട്സ് ഓഫ് ട്രബിൾ. പിന്നെ ആണിന് മെയിൽ പെർസ്പെക്റ്റീവിൽ ഒരു ഈഗോ ഹിറ്റ് ചെയ്യുന്നൊരു സാധനമായിട്ട് മാറും ഇത്. അപ്പോൾ മെയിൽ പെർസ്പെക്റ്റീവിലും ഫീമെയിൽ പെർസ്പെക്റ്റീവിലും കഥ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുടുംബങ്ങൾ ഇതിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആവുക, ഒരു ഫാമിലീസ് എങ്ങനെയാണ് ഇത്തരം ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ആൻഡ് ദ നീഡ് ആൻഡ് ഓൾ ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി വരുന്ന എല്ലാ കാര്യം. ദെൻ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് എന്ന് നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ മെഡിക്കൽ സയൻസ് നമുക്ക് ഓഫർ ചെയ്യുന്ന IVF എന്നൊരു ഫെസിലിറ്റി, അതേപോലെ സെറഗസി. സോ സെറഗസി ഈസ് അഗൈൻ ഓൾ ടു എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് വേണം. IVFനെ കുറിച്ച് എത്രത്തോളം ആൾക്കാർ ഇൻഫോംഡ് ആണെന്ന് ഐ വാസ് നോട്ട് ദാറ്റ് ഇൻഫോംഡ്. ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര പെയിൻഫുൾ പ്രൊസീജിയറാണ് ഫോർ ദ ഫീമെയിൽ. ഫോർ എ മെയിൽ ഇറ്റ് ഈസ് അഗൈൻ ഒരു ഈഗോ ഹിറ്റ് ചെയ്യുന്ന സ്പേസ് ആണ്. അപ്പോൾ 2 പേരും മെന്റലി ഭയങ്കര അപ്സെറ്റ് ആയി നിൽക്കുന്ന കാര്യത്തിലാണ് നിൽക്കുക. ആൻഡ് ഹൗ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ദേ ഷുഡ് നോട്ട് ഗിവ് അപ്പ് ഓൺ ദിയർ hopes of and not give up on their marriage. ഇത് it goes weird. അപ്പോൾ അവിടെ ഒരു ഡോക്ടറായിട്ട് നിൽക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ബ്രിഡ്ജ് ആണല്ലോ. അപ്പോൾ അതൊരു ബ്രിഡ്ജാണ്. ആൻഡ് ആ സ്പേസിലേക്ക് എത്തുന്ന, ഞാൻ പറയുന്നത് ഇതൊരു ഭയങ്കര മെച്ചുവേർഡ് സബ്ജക്റ്റാണ്. ബട്ട് നമ്മൾ ഭയങ്കര ഇപ്പോൾ വിനയ് ഗോവിന്ദ പെർസ്പെക്റ്റീവിൽ ഈ സിനിമ ഭയങ്കര കളർഫുൾ ആയിട്ടും കുറച്ച് തമാശകളും കുറച്ച് ഫൺ ആൻഡ് റൊമാൻസ്, കുറച്ച് എന്താ പറയുക ലൈറ്റ് ഹാർട്ടഡ് മൂമെന്റ്സ്. ആൻഡ് ദെൻ ഇവൻച്വലി അറ്റ് വൺ പോയിന്റ് വി ആർ ഡിസ്കസിങ് ദിസ് പെർട്ടിക്കുലർ ഇഷ്യൂ. ഇത് ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു ഇത് ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഇയാൾക്കൊരു പിന്നെ ഒരു പേഴ്സണൽ ലൈഫ് കൂടെ ഉണ്ടാവുള്ളൂ. പ്ലസ് ഹി ഈസ് ഗൈനക്കോളജി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ഒരു വൈഫ് ഉണ്ടാകുമ്പോഴത്തേക്കല്ലേ അതിൻ്റെതായ കുറച്ച് ചോദ്യങ്ങൾ അവിടുന്ന് ആ ഭാഗത്തു നിന്ന് ഉണ്ടാവാം ഇല്ലേ? അതൊക്കെ ഈ സിനിമയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഞാനും നിഖില വിമലുമാണ് ഇതിൽ നിൽക്കുന്നത്. പിന്നെ നമ്മളെ പോലെ ഒരുപാട് ഫാമിലീസിനെയും ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് വി ഡെഫിനറ്റ്ലി പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ അഭിനയിക്കുന്ന ഇപ്പോൾ സുരഭി ലക്ഷ്മി, സുധീഷ് ചേട്ടൻ, അതേപോലെ തന്നെ ഗംഗ, പുണ്യ, ലൈക് ടു മെനി ഫീമെയിൽസ്, ആതിര, ക്ലാസ്സിൽ മുഴുവൻ അല്ല ഇത് സിനിമയിൽ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിന്റെ പേര്. പിന്നെ ശ്യാം ഉണ്ട്, പ്രേമലൂല് വർക്ക് ചെയ്ത ശ്യാം, ജോണി ചേട്ടനുണ്ട്, താങ്ക് യു. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ആൻഡ് ഐ തിങ്ക് ആഫ്റ്റർ ലോങ് ടൈം ഇപ്പോൾ കൃഷ്ണപ്രസാദ്, ദാറ്റ് ഈസ് അമ്മാവൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, ചെറിയച്ഛൻ, ചിറ്റപ്പൻ, അങ്ങനെ ഒരു ഗ്യാങ് വന്നിട്ട് കുറച്ച് നാളായി. അങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് സെറ്റപ്പിൽ, അതായത് ന്യൂക്ലിയർ ഫാമിലി അല്ലാത്ത ഫാമിലി പടമായിട്ടാണ് ഇതിനെ കാണുന്നത്. ബിക്കോസ് കല്യാണം എന്ന് പറഞ്ഞാൽ ഫാമിലീസിന്റെ ഒരു ഇവിടെ ഉണ്ണി വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആരാധകർ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ണിയോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മളൊരു ആഡ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് ഉണ്ണിയുടെ കൂടെ സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ കുറച്ച് പേരെടുത്ത് സംസാരിക്കാം. Stay tuned to 96.7 FM.